പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തിന്റെ സുരക്ഷ പരിശോധിക്കാൻ SPG സംഘം കൽപ്പറ്റയിൽ എത്തിയിരിക്കുന്നു. SKMJHS മൈതാനി പരിശോധിക്കുകയാണ്. ആർ ഋഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആർ ഋഷിപാൽ, പ്രധാനമന്ത്രി ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിരിക്കും എത്തുക. ശനിയാഴ്ചയെന്ന് ഏറെക്കുറെ നമ്മൾ ആലോചിക്കുന്നു. ശനിയാഴ്ചയാണ് എത്തുന്നതെങ്കിൽ SKMJM കൽപ്പറ്റ സ്കൂളിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയായിരിക്കും ദുരന്ത സ്ഥലത്തേക്ക് പോകാൻ സാധ്യതയുള്ളത്. SPGയുടെ സാന്നിധ്യം അതാണോ സൂചിപ്പിക്കുന്നത്? അരുൺകുമാർ, പ്രധാനമന്ത്രി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിലേക്ക് ശനിയാഴ്ച എത്തും എന്നാണ് ഏതാണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ സ്ഥലം പരിശോധിക്കാനായി SPG സംഘം എത്തിയത്. ഇപ്പോൾ ഈ ഹൈസ്കൂൾ മൈതാനിയിൽ പരിശോധന അവർ നടത്തുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനത്തിൽ എത്തിച്ചേരുകയും അവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റ മൈതാനിയിൽ ഇറങ്ങി ഇവിടെ നിന്നും റോഡ് മാർഗം ഈ ക്യാമ്പുകൾ ഒപ്പം ദുരന്ത മേഖല സന്ദർശിക്കുക, ഇങ്ങനെയുള്ള ഒരു ആലോചനയാണ്, ആ തരത്തിലുള്ള ഒരു പദ്ധതിയാണ് അവർ ആസൂത്രണം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി ഇതിൻ്റെ തുടക്കം എന്ന നിലയിലാണ് ഈ സുരക്ഷാ പരിശോധന. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഇന്ന് രാവിലെ തന്നെ വയനാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരും കാരണം മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖല കൂടിയാണ് വയനാട്. വയനാടിൻ്റെ പല മേഖലകളിലും മാവോയിസ്റ്റ്, പ്രത്യേകിച്ച് ഈ ദുരന്തമുണ്ടായ മേഖല മുണ്ടകൈ, പുഞ്ചിരിമറ്റം അടക്കം പലപ്പോഴും മാവോയിസ്റ്റ് സൈറ്റിംഗ് ഉണ്ടായ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ സുരക്ഷ കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും എവിടെയൊക്കെ പോകണമെന്നുള്ള ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഏതായാലും ഹെലികോപ്റ്ററിൽ ഈ മൈതാനിയിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക എന്ന് ഉറപ്പാണ്. ഇവിടെയാണ് എത്തുക. എന്നിട്ട് ഇവിടെ നിന്നും വാഹനത്തിൽ മറ്റിടങ്ങളിലേക്ക് പോകും. SPG സംഘമാണ് ഇവിടെ മൈതാനിയിൽ പരിശോധന നടത്തുന്നത്. ഇവിടെ തന്നെയാണ് മറ്റ് നേതാക്കളൊക്കെ, രാഹുൽ ഗാന്ധി അടക്കം വരുമ്പോൾ ഇതേ മൈതാനിയിലാണ് ഹെലികോപ്റ്റർ ഇറക്കാറുള്ളത്. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ ഹെലികോപ്റ്റർ ഇറങ്ങിയ മൈതാനിയും ഇതുതന്നെയാണ്. ഇവിടെ കുറച്ച് ഒരു താൽക്കാലിക ഹെലിപാഡ് ഉണ്ടാക്കേണ്ടി വരും. കാരണം സാധാരണ ഒരു സ്ഥലമല്ല. മറ്റ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോൾ അത് സാധാരണ മൈതാനിയിൽ ഇറങ്ങും. പ്രധാനമന്ത്രിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. അതാണ് ഇപ്പോൾ SPG പരിശോധിക്കുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒപ്പമുണ്ട്. ഒപ്പം കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ രാവിലെ തന്നെ വയനാട്ടിലെത്തി അവർ ഇവിടെയുള്ള മറ്റു കാര്യങ്ങൾ, ഈ മാവോയിസ്റ്റ് സാന്നിധ്യം ഉൾപ്പെടെ അത് റോഷി റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ഹെലികോപ്റ്റർ പറന്നുപോയപ്പോൾ ഒരു മരത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണായിരുന്നല്ലോ റോഷിയുടെ ദേഹത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുകയാണെങ്കിൽ അറ്റത്തുള്ള മരങ്ങളുടെ ചില്ലകൾ പോലും കോതേണ്ടതുണ്ട് അല്ലേ? കുറച്ചുകൂടി അവിടെ വൃത്തിയാക്കണം. SKMJM സ്കൂൾ ആണ് ഇറങ്ങുന്നതെങ്കിൽ. അരുൺകുമാർ, ശരിയാണ്. അത് ഹെലികോപ്റ്റർ ഇവിടെ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്ന ഘട്ടത്തിലാണ്. തൊട്ടടുത്തൊക്കെ മരച്ചില്ലകളുണ്ട്. അപ്പോൾ വീഡിയോ ജേർണലിസ്റ്റിൻ്റെ നേരെ വന്ന മരച്ചില്ല തൊട്ടുപിറകിൽ നിൽക്കുകയായിരുന്നു, എൻ്റെ തോളിൽ പതിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഈ മേഖലയിൽ ആ സുരക്ഷ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ആ കാര്യങ്ങൾ ഇപ്പോൾ SPG ഇവിടെ റവന്യൂ അധികാരികൾക്ക് നിർദ്ദേശം നൽകും. എന്തൊക്കെ തരത്തിൽ ഇവിടെ ഒരുക്കങ്ങൾ ഉണ്ടാകണം. ഇവിടെ തൊട്ടടുത്ത് തന്നെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ പരേഡിനായി വലിയ പന്തൽ നേരത്തെ തന്നെ അവർ ഒരുക്കിയിരുന്നു. മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്? ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോൾ അതിന് വലിയ സംവിധാനങ്ങളൊന്നും അവർക്ക് ആവശ്യമില്ല. അവിടെ സ്വാഭാവികമായി സുരക്ഷയുടെ ഭാഗമായി ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൻ്റെ ഒരു യൂണിറ്റും ഒരു ആംബുലൻസ് അടക്കമുള്ള കാര്യങ്ങൾ മാത്രം, സിഗ്നൽ നൽകാനുള്ള ഒരു സംവിധാനവും ഇത്ര മാത്രമാണുള്ളത്. പക്ഷേ പ്രധാനമന്ത്രിയുടേതാകുമ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായി എന്തൊക്കെ നമുക്ക് അതിനുശേഷം ബ്രീഫിംഗൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. വരവിനെ കുറിച്ചുള്ള ധാരണകൾ ശക്തമാവുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കൽപ്പറ്റയിലായിരിക്കും ഹെലികോപ്റ്റർ ഇറങ്ങുക. നേരത്തെ റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിൽ വരെ വിമാനമാർഗമെത്തി കണ്ണൂർ എയർപോർട്ടിൽ നിന്നും ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് എത്തി കൽപ്പറ്റ SKMJ സ്കൂളിലേക്ക് ഇറങ്ങിയതിനു ശേഷം അവിടെ നിന്ന് ദുരന്തബാധിതരെ കാണാൻ വേണ്ടി ക്യാമ്പുകളിലേക്കും ഒപ്പം ഈ ദുരന്തബാധിത പ്രദേശത്തും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. അതിനുള്ള തയ്യാറെടുപ്പുകളും സുരക്ഷാ പരിശോധനയുമാണ് ഇപ്പോൾ തത്സമയം കൽപ്പറ്റ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്നും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ചയായിരിക്കും സന്ദർശനം എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. SPG സംഘം കൽപ്പറ്റയിലുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗവും ഈ സ്ഥലത്ത് പോലീസിനോടൊപ്പം പരിശോധന നടത്തുന്നുണ്ട്. അതിനുശേഷം ഒരു ക്ലിയറൻസ് കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള പ്രാഥമികമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കും. കൽപ്പറ്റയിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ ശേഷമായിരിക്കും പ്രധാനമന്ത്രി ദുരന്തബാധിതരെ കാണാൻ ക്യാമ്പുകളിലേക്കും ഒപ്പം തന്നെ ദുരന്തബാധിത പ്രദേശത്തേക്കും സന്ദർശനം നടത്തുക.